യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്താ അവർക്ക് ഫുഡില്ലാത്തതെന്നറിയാമോ? യേശു അവരെ വിളിച്ചത് ഫുഡ് കൊടുക്കാൻ വേണ്ടി അല്ലാഞ്ഞോണ്ടാ. നമ്മൾ യേശുവിൻ്റെ അടുക്ക പോണ തന്നെ ഈ ഫിഷ് ബാസ്ക്കറ്റ് നോക്കിക്കൊണ്ടാ. ഹലോ സഹോദരങ്ങളെ, വിടുതൽ നമുക്ക് വേണം. ഫിനാൻഷ്യൽ ബ്രേക്ക് നമ്മുടെ ആവശ്യമാണ്. റിയലി ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ കർത്താവിൻ്റെ പ്രയോറിറ്റി അതല്ലായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കൂടിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ക്വാളിറ്റി ടൈം ഹി വാസ് നോട്ട് റെഡി ടു വേസ്റ്റ് അറ്റ് ഓൾ വിത്ത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ഒരാമയും പറഞ്ഞ് യേശുവിൻ്റെ പ്രയോറിറ്റി ഇവരുടെ അകം നിറയ്ക്കാനുള്ള സാധനം കൊടുക്കാനായിരുന്നു. സോ യേശുവിൻ്റെ കൂടിരിക്കുമ്പോഴും ഇവർ ആഹാരം ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കണേ, അവരുടെ ആ വിശപ്പിനെ മറക്കത്തക്ക തരത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്നതിലെ ആത്മീക അനുഭവങ്ങളുണ്ടായിരുന്നു. അല്ലേ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ അത് കണക്ട് ചെയ്യാൻ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വിജയകരം നമ്മളൊക്കെ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിഷയങ്ങൾക്ക് വിടുതൽ കണ്ണുകൊണ്ട് കണ്ടില്ലേലും ആ സമയങ്ങളിൽ നമ്മുടെ മേൽ കൈമാറുന്ന ഒരു ആത്മമണ്ഡലത്തിനകത്ത് നമ്മളെ കർത്താവ് സർവൈവ് ചെയ്യിപ്പിക്കാറില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതനുഭവിച്ചവരുണ്ടോ? ഞാൻ അനുഭവിച്ചവനാ. ആ നാളിൽ എൻ്റെ ഉള്ളിൽ ബലം നൽകി. കണ്ടോ, എൻ്റെ ഉള്ളിൽ ബലം നൽകി. പൗലോസേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ സ്പോട്ടിൽ വിടുതൽ വന്നില്ല. പക്ഷെ ഒരു ശബ്ദം നീ കേട്ടില്ലേ? എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്ക് മതി. ജീവിതത്തിൻ്റെ കഠിനമായ ശോധനകൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ടും എൻ്റെ ഇല്ലായ്മ മാറുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ വ്യക്തമായി ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. ആദ്യത്തെ സെഗ്മെൻറ്റ് നിൻ്റെ ഇല്ലായ്മ മാറുന്നതല്ല. പകരം നിൻ്റെ ഇല്ലായ്മകളെക്കാളും നിൻ്റെ വർധനവുകളെക്കാളും അധികം വലിയതെന്തോ ഒന്ന് നിന്നെ പഠിപ്പിക്കാനുള്ള സീസണാണ്. അവിടെ യേശു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര പേർ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഈ എല്ലാ ദിവസവും നടക്കുന്ന ഈ പ്രഭാത മീറ്റിങ്ങിൻ്റെ സൂം മീറ്റിങ്ങിലല്ലാതെ ഒരുപക്ഷെ നാളുകളിൽ ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന മറ്റു പലരും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്? യേശുവിനോട് കൂടെ നിന്നിട്ടും എൻ്റെ ഇല്ലായ്മ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലല്ലോ. സഹോദര, പക്ഷെ നീ ഒരു കാര്യം അറിയുക, യേശുവിൻ്റെ സംസാരത്തിനകത്ത് ആ ഇല്ലായ്മകളെ നിറയുന്ന കവിയുന്നൊരു കൃപ കൈമാറുന്നുണ്ട്. ഒരു ആമേൻ എത്ര പേര് പറയും? യേശുവിൻ നാമത്തിൽ. പക്ഷെ അവിടെ കൊണ്ട് ഞാൻ ആ വാക്ക് അവസാനിപ്പിക്കുന്നില്ല. പകരം ഇറ്റ് മേ ബ്രിങ് ടെമ്പററി ഡിസ്കംഫർട്ട്. പക്ഷേ നിന്നെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് വിടാൻ എൻ്റെ യേശു തയ്യാറല്ല. ഇതിനൊരവസാനമുണ്ട്. പഠനം കഴിയുമ്പോൾ ഗ്രാജുവേഷൻ നടക്കുന്നത് പോലെ നിൻ്റെ ഡിസ്കംഫർട്ടിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലവ് ഫീസ്റ്റ് പുറകെ വരുന്നുണ്ട്.